ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണല്ലോ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന അതിപ്രധാനമായ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് പ്രായമായവർ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് വീടിന് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് പ്രായമായവർ വലിയ ഒരു ബാധ്യതയായി മാറിയിരിക്കുക. ഒരിക്കലുണ്ടായിരുന്ന അനുഗ്രഹം ഇന്ന് ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രായമായവരുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, നല്ല പോഷണങ്ങളുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള സാഹചര്യം, ഇതൊക്കെ ലഭിച്ചപ്പോൾ മനുഷ്യരുടെ ആയുസ് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രായമുള്ള ആൾക്കാരുടെ എണ്ണവും വർദ്ധിപ്പാൻ തുടങ്ങി. ആ വർധനവാണ് ഇന്ന് സമൂഹത്തിലെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബം ദൈവത്തെ വിളിപ്പാനായി അമ്പലത്തിൽ ചെന്നു. അവിടെ നിന്ന് മടങ്ങിപ്പോന്നപ്പോൾ പ്രായമായ അമ്മയെ അവിടെ ദൈവസന്നിധിയിൽ, ഭഗവാന്റെ സന്നിധിയിൽ ഉപേക്ഷിച്ചേച്ചു പോയി. ഈ അമ്മ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, മകനെ നീ എപ്പോഴാണ് വരുന്നത്? ഞാനിവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ, എന്താ വരാത്തതെന്ന് ചോദിച്ച് നിലവിളിക്കുകയാണ്. ആ ഒരു നിലവിളി മനുഷ്യ മനസ്സാക്ഷിയെ മുഴുവനും ബാധിച്ച ഒരു നിലവിളിയാണ്. നീ എന്താ വരാത്തത്? ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയുകയാണല്ലോ. പ്രായമായ ആളുകൾ ഒരു ബാധ്യതയായി തീരുമ്പോൾ എവിടെയെങ്കിലും ഈ ബാധ്യതയൊന്ന് ഒഴിച്ചു കളയാനായിട്ട് നമ്മൾ ശ്രമിക്കും. മനുഷ്യർ പ്രായമാകുന്നത് വിവിധ രീതിയിലാണ്. നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഓരോ വർഷവും ഓരോ കലണ്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അഥവാ ഒരു കലണ്ടർ മാറുമ്പോൾ ഒരു വയസ്സ് കൂടി എന്ന അർത്ഥം. ഇതിന് കലണ്ടർ ഏജ് എന്നാ പറയുന്നത്. ജനിച്ച നാൾ മുതൽ ഇങ്ങനെ ഓരോ വയസ്സ് കൂടി വരുന്നതിന് കലണ്ടർ ഏജ് എന്നാ പറയുന്നത്. എന്നാൽ ഇത് കൂടാതെ മറ്റ് പല രീതിയിലും മനുഷ്യന് പ്രായമാകും. ഈ ചില ആളുകൾ അവരുടെ ശരീരം ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് അവരെ കണ്ടാൽ ഒരു 80 വയസ്സുകാരൻ്റെ ലുക്കാണ്. ഒരു 80 വയസ്സുകാരൻ്റെ വാർദ്ധക്യം ചിലരെ 50 വയസ്സിലെ ബാധിക്കും. എന്നാൽ ചില 80 വയസ്സുകാരെ കണ്ടാൽ ഒരു 60 വയസ്സിൽ കൂടുതൽ തോന്നിക്കത്തില്ല. അതവരുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രായത്തിൻ്റെ വ്യത്യാസമനുസരിച്ചാണ്. ഇതിന് ബയോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്, ശരീരത്തിലുണ്ടാകുന്ന ഈ പ്രായം. മൂന്നാമത് മറ്റൊരു രീതിയിലും മനുഷ്യൻ പ്രായം ഉള്ളവരാകും. അതിന് സോഷ്യോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്. അതായത് സമൂഹത്തിന് ഇനിയും എന്നെ വേണ്ട എന്നൊരു തോന്നൽ. അങ്ങനെ തോന്നുമ്പോൾ പിന്നെ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ട് മാറാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മുതൽ സമൂഹത്തിൽ നിന്ന് വേറിട്ട ഏകാന്തതയിലേക്ക് നമ്മൾ പോകും. ഇതാണ് സോഷ്യോളജിക്കൽ ഏജിങ് എന്ന് പറയുന്നത്. ഇനിയും മറ്റൊരു പ്രായം കൂടെയുണ്ട്, അത് സൈക്കോളജിക്കൽ ഏജിങ് എന്നാ പറയുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോജനമൊക്കെ തീർന്നു, എൻ്റെ ഉപയോഗമൊക്കെ തീർന്നു,
ഇനിയും വല്ലച്ചാതിയും മരിക്കുന്നത് വരെ അങ്ങ് കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ സൈക്കോളജിക്കൽ ഏജിങ് ആരംഭിച്ചു. മൈ യൂസ്ഫുൾനെസ് ഈസ് ഓവർ, എൻ്റെ പ്രയോജനമൊക്കെ തീർന്നു. ആ ചിന്തയാണ് സൈക്കോളജിക്കൽ ഏജിങ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 4 രീതിയിലുള്ള പ്രായത്തെക്കുറിച്ച് പറഞ്ഞു. 1 കലണ്ടർ ഏജ്, 2 ബയോളജിക്കൽ ഏജിങ്, 3 സോഷ്യോളജിക്കൽ ഏജിങ്, 4 സൈക്കോളജിക്കൽ ഏജിങ്. ഇതിൽ ആദ്യത്തെ പ്രായമാകുന്ന അവസ്ഥ നമുക്ക് മാറ്റിക്കളയാൻ ഒക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, കലണ്ടർ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഓരോ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ മറ്റു 3 പ്രായങ്ങളും ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അത് തടയുന്നതിന് ഈ പ്രായമായവർക്ക് മാത്രമല്ല ഒരു ഉത്തരവാദിത്വമുള്ളത്, സമൂഹത്തിലെ മറ്റംഗങ്ങൾക്കും ഇവരുടെ ഈ മറ്റു രീതിയിലുള്ള പ്രായത്തെ തടയുവാനായിട്ടുള്ള ഒരു കടമയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. യുവജനങ്ങൾ എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കേവർക്കും സമൂഹത്തിലെ ഈ ഏജിങ് പ്രോസസ്സിനെ ഒരു പരിധി വരെ തടയുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ചത്. ഈ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഈ സീനിയർ സിറ്റിസൻസിൻ്റെ ഈ പ്രായാധികം അല്ലെ പ്രായമായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇന്നൊരു പ്രശ്നമാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സമൂഹത്തിൽ ഇതൊരു പ്രശ്നമായിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നൊന്ന് പറയാമോ? ഈ ഒരു ഏജിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഇവരുടെ ഈ വർധനവ്, എണ്ണത്തിലുള്ള വർധനവ്, ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാട്ടെ. എന്തായാലും തീർച്ചയായും ഒരു പ്രശ്നമായിരിക്കും. കാരണം നേഷൻ്റെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ എടുക്കുക, ഇപ്പോൾ ഇങ്ങനെ ഏജ്ഡ് പീപ്പിൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി അവിടെ ലെസ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ 18 ടീൻസിലെ പിള്ളേർ അവർ പിന്നെ 20 to 30 ആ ഒരു പ്രൈം ഏജാണ് ഇന്ത്യക്ക് ആവശ്യം. അല്ലാതെ വെറുതെ ഒരു ഏജ്ഡ് ആയവർ മാത്രം കൂട്ടമായി കെട്ടിക്കിടന്ന പ്രൊഡക്ടിവിറ്റി അവിടെ ലെസ് ആവും. അപ്പോൾ ഇറ്റ്സ് ഇക്കണോമിക്കലി ക്രൈസിസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പ്രായമായവരുടെ എണ്ണം ഇങ്ങനെ അധികം വർദ്ധിക്കുന്നത് നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം അവർക്കൂടെ ഈ ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഒക്കുള്ളല്ലോ. അപ്പൊ ഈ പ്രായമുള്ളവരെ കൊണ്ട് അധികം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുമില്ല. അപ്പൊ പിന്നെ യുവജനങ്ങളാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് യുവജനങ്ങളെ ആവശ്യം, ഈ പ്രായമുള്ളവരെ അല്ല. തീർച്ചയായും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് ഒരിക്കലും പറയരുത്. അങ്ങനെ ഒരിക്കലും എടുത്ത് അടിച്ചും താത്തിക്കളയരുത്. പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് എന്തോരം ഉപയോഗമുണ്ട്. ഇപ്പോൾ പല ആക്ടേഴ്സ്, എന്തോരം പ്രായമുള്ള ആക്ടേഴ്സ്, അപ്പോൾ അവരെ കൊണ്ടൊന്നും അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഫിലിം ഇൻഡസ്ട്രിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് മുതിർന്ന പൗരന്മാരെ കൊണ്ട് ഒരിക്കലും ഒരു ഉപയോഗം ഇല്ലെന്ന് ഒരിക്കലും അടിച്ചു താഴ്ച പറയരുത്. അപ്പൊ നമുക്ക് അവരെയും ആവശ്യമാണ്. ഈ മുതിർന്ന പൗരന്മാരെ കൊണ്ടുള്ള പ്രയോജനം എന്നാ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് ഇതൊന്ന് പറയാം. മുതിർന്ന പൗരന്മാരെ കൊണ്ടുള്ള പ്രയോജനം എന്നാ? നമ്മുടെ പഴയ കാലത്തെയും കഴിഞ്ഞുപോയ കാലത്തെയും കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ തലമുറയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ പോലുള്ളവർ വേണം. അവരെ ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയണ്ടായെങ്കിലോ? അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഒരു ഇത് പോവുക, അതിന്റെ ഒരു ജനറേഷൻ പോവുക, ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല, ഒരു തുടർച്ച കിട്ടത്തില്ല എന്നുള്ളത് അല്ലേ? തലമുറകളുടെ ഒരു തുടർച്ച വേണമെങ്കിൽ പഴയവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ പുതിയ തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യണം. അപ്പോൾ പുതിയ തലമുറ ഇത് കേട്ട് വളരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നത്. അവിടെ എന്തോ പറയാനായിട്ട് ശ്രമിച്ചല്ലോ, പറഞ്ഞാട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് മുതിർന്ന ആൾക്കാർ നമുക്ക് ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് പറയാന്ന് വെച്ചാൽ നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖല തന്നെ എടുക്കാം. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന സാർമാർ, എന്താ പറയുക, മുതിർന്ന സാർമാർ നമുക്ക് പറഞ്ഞു തരുന്ന അറിവും ഇന്നത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന അറിവും തമ്മിൽ വളരെയധികം എന്താ പറയുക കുറവാണ്. അതായത് അനുഭവ പരിചയമുള്ളവര് അവരുടെ അനുഭവങ്ങൾ വരുന്ന തലമുറയിലേക്ക് പങ്കിടണം. ഈ പഴയ പാരമ്പര്യം എന്നുള്ളത് മാത്രമല്ല, അനുഭവങ്ങൾ കൂടുതലുള്ളവരാണ് മുതിർന്ന പൗരന്മാർ. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് കിട്ടണമെങ്കിൽ ഇവരുമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടെങ്കിലേ ഒക്കെയുള്ളെന്നാണ് പറഞ്ഞത് അല്ലേ? ശരി, വേറെ ആർക്കെങ്കിലും പറഞ്ഞാട്ടെ. ഫസ്റ്റ് പറഞ്ഞ ആളുടെ ഞാനും യോജിക്കുന്നില്ല. വേറൊന്നുമല്ല, അവർക്കും പ്രായമാകും. നമ്മൾക്ക് എല്ലാവരും ഏജ്ഡ് ആവും. അത് മാത്രമല്ല, നമ്മൾ കുഞ്ഞു പിള്ളേരിൽ നമ്മളുടെ പാരൻസ് കുഞ്ഞിലെ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന് നമ്മളെന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ടാണോ നമ്മളെ വളർത്തിക്കണമെന്ന്? അപ്പം നമ്മുടെ കടമയാണ് നമ്മൾ അവരെ നോക്കണം. അതായത് നമ്മുടെ ഒരു ഉത്തരവാദിത്വവും കടമയുമാണ് നമ്മളെ സംരക്ഷിച്ചവരെ നമ്മളും സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ?
ഇതുകൂടാതെ പറഞ്ഞാട്ടെ. അപ്പൊ പറഞ്ഞു നമ്മളെ സംരക്ഷിക്കുന്നവരെ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ നമ്മളെ സംരക്ഷിക്കാത്തവരെ സംരക്ഷിക്കണോ? അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങളെ സംരക്ഷിക്കുന്നവരെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ, മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്? ഇദ്ദേഹത്തിന് എന്തോ പറയാം. ഇതൊരു ഉത്തരവാദിത്വവും കടമയുമായിട്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ മുതിർന്നവരെ, നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലോകത്തിലുള്ള എത്ര പേരൊക്കെ മാതാപിതാക്കൾ അല്ലാണ്ട് നോക്കണു, എന്തോരം അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും നടത്തണു. അതൊരു ഉത്തരവാദിത്വവും കടമയായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ തള്ളിക്കളയരുത്. നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹം നമ്മളത് ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കണ ഒരു രീതിയിൽ വേണം അതിനെ എടുക്കാൻ. അല്ലാണ്ട് ഉത്തരവാദിത്വം കടമയായിട്ട് മാത്രം മാറ്റണല്ലേ സ്നേഹം പങ്കുവെക്കലിന്റെ ഒരു അനുഭവമായിട്ട് മാറണം. എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. ഞാൻ ഇദ്ദേഹത്തോട് യോജിക്കുന്നു. കാരണം നമ്മുടെ പാരന്റ്സിനെ മാത്രമല്ല, ഇതേപോലെ ഏജ്ഡ് ആയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ടാവും. അപ്പൊ അവരെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് നമ്മുടേതായ ഒരു നമ്മുടെ ഒരു സാമീപ്യം അവർക്ക് ആവശ്യമാണ്, നമ്മളുടെ സന്തോഷം അവർക്ക് ആവശ്യമാണ്. അപ്പൊ അത് നമ്മുടെ പാരന്റ്സിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ട ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് ഈ മുതിർന്നവരുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ മുതിർന്നവരുടെ സാന്നിധ്യം വലിയ രീതിയിൽ ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞെങ്കിലും തുടർന്ന് നിങ്ങൾ പറഞ്ഞത് അവരുടെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. കാരണം പഴയ തലമുറയുടെ അനുഭവങ്ങൾ, അവരുടെ പരിചയങ്ങൾ, ഇതൊക്കെ ഈ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം അവരുടെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു കണ്ടിന്യൂറ്റി വേണമെങ്കിൽ അവരുടെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അവരിലൂടെ പകർന്നു കിട്ടുന്ന സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അവരിലൂടെ ലഭിച്ച അറിവാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. അവരുടെ പരിചയ സമ്പത്താണ് നമ്മുടെ ജീവിതത്തിലെ പരിചയ സമ്പത്തായിട്ട് മാറുവാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ ആവശ്യമാണ് എന്നാണ് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. ഈ പഴയ കാലത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വന്നത് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ഒക്കെ കൂടെ കിടന്ന് അവരുടെ കഥകളൊക്കെ കേട്ടാണ് ഇവർ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കഥ പറച്ചിലാണ് പഴയ കാലത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും വളർത്തുവാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ്. ഇന്ന് ആ കഥ പറച്ചിലിന് എവിടെയെങ്കിലും സ്ഥാനമുണ്ടോ? പ്രായമായ മുതിർന്നവരിലൂടെ ഈ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കഥകൾ കേട്ടിന്ന് വളരുന്നുണ്ടോ? ഇദ്ദേഹം പറയാം. തീർച്ചയായും ഞാൻ എൻ്റെ അമ്മൂമ്മേനൊക്കെ കഥ കേട്ടാണ് ഞാൻ വളർന്നത്. ആ കഥകളൊക്കെ അന്ന് കേട്ടതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായും എനിക്ക് പ്രയോജനങ്ങളുണ്ട്. എന്നാ പ്രയോജനമാണ്? കുറെ കഥകൾ അറിയാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും കഥകളെ. ഈ കഥകൾ കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ കുറെ കഥ അറിയാവുന്ന ആളാണ് എന്നുള്ളതിന് ഉപരിയായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ കഥകളിലൂടെ എന്തെങ്കിലും മൂല്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടോ? അതിലൂടെ അവരെ ഉപദേശിക്കും ഓരോ കാര്യങ്ങൾ. ഈ കഥകളാണ് മൂല്യങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. അന്ന് കേട്ടിട്ടുള്ള ആ കഥകൾ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതിലൂടെ ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പകർത്തപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അപ്പം വലിയ ജിജ്ഞാസയാണ് നമുക്ക്. മാത്രമല്ല അന്ന് കഥ കേൾക്കുന്ന ഉടനെ വല്യപ്പച്ചൻ്റെയും വല്യമ്മയുടെ അടുക്കൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? അങ്ങേ കട്ടിലെ കിടന്നുകൊണ്ട് ഇങ്ങേ കട്ടിലെ കിടക്കുന്ന അപ്പൂപ്പനോട് കഥ പറയാനാണോ പറയുന്നത്? അവരുടെ അടുക്കൽ പോയി കിടന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കും. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് കഥ പറയാൻ. അപ്പോൾ ഈ അപ്പൂപ്പനും കൊച്ചുമകനും തമ്മിലുള്ള വലിയ ഒരു ക്ലോസ്നെസ്, വലിയൊരു ബന്ധത്തിലേക്കാണ് വരുന്നത്. ആ ബന്ധമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സമയത്ത് ഇവർ തമ്മിൽ അടുക്കുന്ന ഒരു ബന്ധമുണ്ടല്ലോ, അപ്പൂപ്പനുമായിട്ടുള്ള കൊച്ചു കുഞ്ഞിൻ്റെ ബന്ധം, കൊച്ചു കുഞ്ഞുമായിട്ടുള്ള അപ്പൂപ്പൻ്റെ ബന്ധം. ഇതാണ് സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വന്നിട്ടുള്ള സംഗതി. ഇന്ന് കഥ പറച്ചിൽ നഷ്ടമായപ്പോൾ ഈ ബന്ധങ്ങൾ നമുക്ക് നഷ്ടമാകുന്നുണ്ടല്ലേ? അവിടെ ആര് പറയാനായിട്ട് ശ്രമിച്ചല്ലോ? എന്താ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, എൻ്റെ അമ്മൂമ്മ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ സ്ഥാനമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മൂമ്മേനെ അമ്മൂമ്മ ഞാൻ വിളിച്ചിട്ടില്ല, അമ്മ എന്നാണ് വിളിച്ചേക്കുന്നത്. കാരണം എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ കേട്ടേക്കുന്ന കഥകളിൽ എല്ലാം തന്നെ ഒരു വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകളായിരുന്നു. എല്ലാ കഥയിലും ഒരു ഗുണങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. അതിനുശേഷം അമ്മൂമ്മ പറയായിരുന്നു, മോനെ ഇത് ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കണം എന്ന് പറയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത്രയും എൻ്റെ ഈ ജീവിതകാലങ്ങളിൽ ആ കഥകളിൽ നിന്നുള്ള ഒരു ഉന്മേഷം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ആ ചൈതന്യം എനിക്ക് ഇതുവരെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിച്ചതായിട്ടുള്ള മൂല്യങ്ങൾ
ആ സ്നേഹബന്ധം. ഇദ്ദേഹം പക്ഷെ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്തിന് കഥയ്ക്ക് ഒരു വിലയുമില്ല. ഒന്നാമത്തെ കാരണം ഇപ്പൊ ആരും പുസ്തകം വായിക്കാറില്ല. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ, TV, കമ്പ്യൂട്ടർ അതിന്റെ പുറകെ. അപ്പൊ കഥ ഇപ്പൊ സാഹചര്യങ്ങൾ മാറിയപ്പോൾ അപ്പൂപ്പനെ കിട്ടാനില്ല കഥ പറയാനായിട്ട്, ആരും കഥ അമ്മൂമ്മയെ കിട്ടാനില്ല കഥ പറയാനായിട്ട്. അന്നത്തെ കഥകളല്ല ഇന്നത്തെ കഥകൾ. ഇദ്ദേഹം പറയാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തലമുറ ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ പോകുന്നത്. പണ്ടത്തെ അവരുടെ ആ കഥകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല മൂല്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ വഴിതിരിഞ്ഞു പോകുന്നത് കാരണം. ഏതായാലും ഇന്ന് സമൂഹത്തിൽ ഇതൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ സാന്നിധ്യം അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഉണ്ടായ ഈ ഒരു സാഹചര്യം ഇന്ന് സമൂഹം എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? സമൂഹത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ വല്യപ്പനും വല്യമ്മ ഇപ്പൊ എവിടെയാ? അവരെവിടെയാ ഇപ്പോഴ്? ഓൾഡ് ഏജ് ഹോമിലാണ് അവരിന്ന് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടാക്കാനായിട്ട് ഇന്നൊരു സ്ഥലമുണ്ട്, ഓൾഡ് ഏജ് ഹോം, സീനിയർ സിറ്റിസൺസ് ഹോം, ഇങ്ങനെ പല, ഈവൻ ചൈൽഡ് ഹോം, ഇങ്ങനെയൊക്കെ പല പേരിലാണ് ഇതൊക്കെ അറിയുന്നത്. പക്ഷെ ഇന്ന് സമൂഹത്തിൻ്റെ ഒരു ആവശ്യമല്ലയോ ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോമൊക്കെ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഇന്ന് ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോം സമൂഹത്തിന്റെ ഒരാവശ്യമാണോ? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. അതെന്താ കാര്യം? നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറയാണ്, അപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, ഭാവിയിൽ നമ്മുടെ കുട്ടികളും നമ്മളോട് ഇതേ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മൾ അതറിയാതെയാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് ഒരു ഓൾഡ് ഏജ്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലി സംബന്ധമായിട്ട് ഗൾഫിലോ അമേരിക്കയിലോ പോയി. ഈ മാതാപിതാക്കളെ കൊണ്ട് ഗൾഫിൽ പോകാനൊക്കത്തില്ല, അമേരിക്കയിലും പോകാനൊക്കത്തില്ല. എന്തോ ചെയ്യും ഇവരെ? അങ്ങനെ താഴ്ത്തി പറയാൻ പറ്റില്ല, അങ്ങനെ കൊണ്ടുപോകുന്നവരും ഉണ്ട്. അല്ല, ഇപ്പൊ കൊണ്ടുപോകാൻ ഒക്കാത്തൊരു സാഹചര്യമാണെന്ന് വെച്ചാൽ എന്തോ ചെയ്യും? പോവില്ല, അത്രേ ഉള്ളൂ. ഏതാ? പോകത്തില്ല. അപ്പൊ ഞാൻ അവരെ കളഞ്ഞതിന് ശേഷം ജോലിക്കായിട്ട് ഗൾഫിൽ പോകത്തില്ലെന്നാ ഇദ്ദേഹം പറയുന്നത് അല്ലേ? കളഞ്ഞതിന് ശേഷം എന്നല്ല, അവരെ സേഫ് ആയിട്ട് ഒരാളുടെ അല്ലെങ്കിൽ അവരെ സേഫ് ആയിട്ട് ആക്കുന്ന സ്ഥലമായി ഓൾഡ് ഏജ് ഹോം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഓൾഡ് ഏജ് ഹോമിനെ മാത്രം നമുക്ക് സമീപിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ബന്ധുക്കളുണ്ട്, നമുക്ക് റിലേറ്റീവ്സ് ഉണ്ട്, എന്തോരം ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കയ്യിലായാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ അതായത് ഈ സ്വന്തം മകന് ഈ അപ്പനെയും അമ്മയും നോക്കാൻ ഒക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് റിലേറ്റീവാ ഈ അപ്പനെയും അമ്മയും നോക്കുന്നത്? ആരാണ് പിന്നെ ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നേ? അതിപ്പോ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്ന പോലെ ഇപ്പൊ എന്റെ പെങ്ങൾ എന്റെ അമ്മയും അപ്പനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണമെന്നില്ല. അവൾ സ്നേഹിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ അവള് എന്നേലും നല്ല കാര്യമായിട്ടായിരിക്കും അവരെ കാണുന്നത്. അപ്പൊ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും ഇവിടെ ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പനെയും അമ്മയും കളഞ്ഞേച്ച് ഞാൻ ജോലിക്കായിട്ട് വെളിയിൽ പോകത്തില്ല. ഇദ്ദേഹം പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഇന്ന് ഓൾഡ് ഏജ് ഹോം വേണമെന്നുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ഇന്ന് ഓൾഡ് ഏജ് ഹോം ഉള്ളതുകൊണ്ട് പലർക്കും അവിടെ ഒരു ആശ്രയമുണ്ട്. അല്ലെങ്കിൽ പകുതി പേരെ ചിലപ്പോൾ ഒരു പക്ഷേ വഴിയരികിലോ അല്ലെങ്കിൽ വേറെ വല്ലതും ഉപേക്ഷിക്കാനായിട്ട് ഇതുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും അതിനൊരു ആശ്രയമായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിട്ട് മാറിയിരിക്കുക. അതും കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ പല മാതാപിതാക്കളും വഴിയിൽ തള്ളപ്പെടുമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിട്ട് അത് മാറിയിരിക്കുക. പല കുഞ്ഞുങ്ങൾക്കും ജോലി സംബന്ധമായിട്ട് വിദേശങ്ങളിലൊക്കെ പോകണം, മാതാപിതാക്കളെ തനിയെ വീട്ടിലാക്കിയിട്ട് പോകുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ നല്ലത് ഇവരെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആക്കുക. ഇതാണ് കൂടുതൽ കരണീയമായിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരിയിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്നവരൊക്കെ നമുക്ക് എന്തെങ്കിലും കടപ്പാട് നിർവഹിക്കാനായിട്ട് സാധിക്കുമോ? അവരോട് എന്തെങ്കിലും ഉത്തരവാദിത്വം നമുക്കുണ്ടോ? അവരോട് ഉത്തരവാദിത്വം ഉണ്ട്. കാരണം നമ്മളിപ്പോൾ സ്വന്തം അപ്പനമ്മേനെ കൊണ്ടുവന്നാക്കുന്നെങ്കിൽ വല്ലപ്പോഴെങ്കിലും അവരെ പോയി കാണണം. അവർക്ക് കുറച്ച് സമയം അവരോട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ മക്കളെ കാണണം, അവരോട് സംസാരിക്കണം, വിശേഷങ്ങൾ പങ്കുവെക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കുറച്ച് നാൾ മുൻപ് ഞാനൊരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്തു. അവിടെ വിസിറ്റ് ചെയ്ത് ഒരു പ്രായമുള്ള അമ്മയുടെ അടുക്കൽ ചെന്നു. അമ്മയുടെ അടുക്കൽ ചെന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ സുഖമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞ സുഖമാച്ചാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ആ സുഖമാ എന്ന് പറഞ്ഞതിനകത്തൊരു സുഖം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ? നല്ല ഭക്ഷണമാച്ചാ ഇവിടുത്തേത്, ഒരു കുഴപ്പവുമില്ല. പിന്നെ
കിടക്കാനൊക്കെയുള്ള നല്ല മുറികളൊക്കെ ഉണ്ട്, മറ്റു കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ അമ്മച്ചി ഒരു വല്ലാഴിക എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ അച്ഛാ എൻ്റെ മോനൊന്ന് വരുന്നത്, എൻ്റെ മോൻ എന്നാ അച്ഛാ എന്നെ ഒന്ന് കാണാനായിട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ ഓൾഡ് ഏജ് ഹോമിൽ സൗകര്യാർത്ഥം കൊണ്ട് തള്ളിയതിന് ശേഷം അനേകർ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ഇവിടെ താമസിക്കുന്നവരുടെ എല്ലായ്പ്പോഴുമുള്ള ഒരു വാഞ്ചയുണ്ട്, എൻ്റെ മക്കൾ എപ്പോഴാണ് ഒന്ന് വരുന്നത്. ഒരടിസ്ഥാനപരമായ അവരുടെ വലിയൊരു നീഡാണത്. എൻ്റെ മോൾ എപ്പോഴാണ് ഒന്ന് വരുന്നത്. ഇവിടെ എത്ര സുഖമോ സൗകര്യമോ ഉണ്ടെങ്കിലും അവരവരുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പസമയമെങ്കിലും ചെലവഴിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വലിയൊരാവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഇതുപോലെയുള്ള ഹോമിലൊക്കെ മക്കൾക്ക് വരാനായിട്ട് ചിലർക്ക് മടിയാണ്, ചിലർ വരത്തേയില്ല, ചിലർ വരും. ഇങ്ങനെ ഒട്ടും വരാത്തതായിട്ടുള്ള മാതാപിതാക്കളും ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മക്കളെ കാണാനായിട്ടുള്ള അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹം വളരെ അധികമാണ്. അമ്മമാർക്ക് പ്രത്യേകിച്ച് മക്കളെ കാണണം. ഓൾഡ് ഏജ് ഹോമിൽ വേറെ ആരുമില്ലയോ, അവരെ കണ്ടാൽ പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെ കാണുന്നതും സ്വന്തം മക്കളെ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആളുകളെ കാണാനാണ് വഴിയിലൂടെ ഇറങ്ങി നടന്നാൽ പോരെ, ഇഷ്ടം പോലെ ആളുകളെ കാണത്തില്ലേ. എന്നാൽ സ്വന്തം മക്കളെ അപ്പനും അമ്മയും കാണുക എന്ന് പറയുന്നത്, അവരുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ഒരു റൈറ്റാണ്, അവരുടെ ഒരു അവകാശമാണ്. ഈ അവകാശം ഒരു പരിധിവരെ സാധിക്കാനായിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിൽ നടന്നു എന്ന് വരത്തില്ല. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചേ. പറഞ്ഞാട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ സന്ദർശിക്കുക, അവർക്ക് ഇത്തിരി സ്നേഹം പറയുക, അവർക്ക് ഡാൻസ്, പാട്ട്, അങ്ങനെ നമ്മളൊരു എന്റർടൈൻമെന്റ് ചെയ്യുക. പിന്നെ അവരുടെ കഴിവുകൾ കാണിക്കാനാണെങ്കിൽ നമ്മളൊരു അവസരമൊക്കെ കൊടുക്കുന്നതൊക്കെ നല്ല, പലപ്പോഴും പോകുന്നതൊക്കെ നല്ല. അതായത് മറ്റുള്ള ഏകാന്തത അനുഭവിക്കുന്ന ഇവർക്ക് നമ്മൾ ചെന്ന് ഒരല്പ സ്നേഹം പകർന്നു കൊടുക്കുക, അവരുടെ കൂടി അല്പസമയം ഒന്ന് വർത്തമാനം പറയുക, അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യുക, അവർക്കൊരു ചെറിയ ആനന്ദം പകർന്നു കൊടുക്കുക. ഇതാണ് എനിക്ക് ചെയ്യാൻ ഒക്കുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം ചെയ്യുമോ? അത് ചെയ്യാറുണ്ട് അല്ലേ? വെരി ഗുഡ്. ഇതെല്ലാം ഒരു പരിധി വരെ എല്ലാം ശരിയാണ്. കുട്ടി പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു പരിധി വരെ എന്റർടൈൻ ചെയ്യാൻ പറ്റും, അതെല്ലാം ഓക്കെ. പക്ഷേ അവർക്കും അച്ഛൻ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. അത് എത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് അച്ഛനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ അതുപോലെ ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഒരു കുട്ടിയെ കാണാതിരിക്കാൻ പറ്റില്ല. എത്ര നേരം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ എത്രമാത്രം ഈ ഗ്യാപ്പ് ഫീൽ ചെയ്യുവാനായിട്ട് ശ്രമിച്ചാലും അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഒന്നുമില്ലാതിരിക്കുന്നതിലും നല്ലത് നിങ്ങളുടെ ഒരു സാന്നിധ്യമാണല്ലോ, ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഒന്നുമില്ലാതിരിക്കുന്നതിലും നല്ലത് നിങ്ങളൊന്ന് ചെന്നിട്ട് നിങ്ങൾക്കൊരല്പസമയം ഒരു ഫെലോഷിപ്പ് പകർന്നു കൊടുത്താൽ ഇങ്ങനെയുള്ളവരുടെ ഏകാന്തത ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറയുന്ന ഇന്നൊരു റിയാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ നമുക്ക് നിഷേധിപ്പാനോ തള്ളിക്കളയുവാനോ ഒക്കുകയില്ല. എന്നാൽ അവിടെ താമസിക്കുന്നവർ അനുഭവിക്കുന്ന ചില വേദനകളുണ്ട്, അവരുടെ ചില നീഡ്സ് ഉണ്ട്, അവരുടെ ചില ദാഹമുണ്ട്. അത് പരിഹരിപ്പാൻ തക്കവണ്ണം സ്വന്തം മക്കൾ മനസ്സ് വെച്ചാൽ വളരെ നല്ലത്. അങ്ങനെ മനസ്സ് വയ്ക്കുന്നില്ല എന്ന് വരികിൽ യുവജനങ്ങളായ നിങ്ങൾക്ക് ആ സ്ഥാനം ഏറ്റെടുത്ത് അല്പസമയം അവരോടുകൂടെ ചെലവഴിച്ച് അവർക്ക് കൂട്ടായ്മ കൊടുത്ത് അവരുടെ ഏകാന്തതയെ അകറ്റുവാൻ സാധിക്കും. നിങ്ങൾക്ക് സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മയും ഒരു വലിയ കടപ്പാടും ഇതായിരിക്കും. നിങ്ങളും സീനിയർ സിറ്റിസൺസുമായിട്ടുള്ള ബന്ധം അത് ആരോഗ്യപരമായ ഒരു ബന്ധമാകട്ടെ. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ സമൂഹം ഒരു പരിധിവരെ മാനസിക ആരോഗ്യമുള്ള സമൂഹമായിട്ട് മാറും. ബി പോസിറ്റീവ് പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എങ്കിൽ ഞങ്ങളെ അത് എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനിയും വീണ്ടും നമ്മൾ ഒത്തുചേരുന്നത് വരെയും
എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ബി പോസിറ്റീവ്.